പാല ഇക്കുറി ആർക്കൊപ്പം? പാലായിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഇത്തവണ വിധി എഴുതുക? ഇതാണിന്ന് പാലായിലെ ജനങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന്. തഴച്ചു വളർന്നിരുന്ന പാലായുടെ വികസനം പടവലങ്ങ പോലെ താഴോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ താഴേക്ക് പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? കഴിഞ്ഞ 7 വർഷം പാലായുടെ ജനപ്രതിനിധിയായിരുന്ന മാണി സി കാപ്പൻ MLA-യും അല്ലെങ്കിൽ ജോസ് കെ മാണിയും ആരാണ് പാലായുടെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് ഉത്തരവാദി? ഇതിനുള്ള ഉത്തരം ഇപ്പോൾ ഓരോ പാലാക്കാരും പരസ്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനേറെ, പാലായിലെ ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. കഴിഞ്ഞ 7 വർഷമായി MLA ആയിട്ടിരിക്കുന്ന മാണി സി കാപ്പൻ മാത്രമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യയും അപവാദ പ്രചരണങ്ങളും നടത്തി സാധാരണക്കാരായ ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ പരത്തിയാണ് കാപ്പന് വിജയിക്കാൻ സാധിച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് കാപ്പൻ പാലായിൽ പ്രസംഗിച്ചപ്പോൾ ജോസ് കെ മാണി നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ഒന്നായ വലവൂരിലെ ട്രിപ്പിൾ ITയെ കുറിച്ച് പറഞ്ഞത് പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ എന്നാണ്. ഇന്ന് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ഏതാണ്ട് 3000-ഓളം കുട്ടികളാണ്. മാത്രമല്ല, അവികസിത പ്രദേശമായിരുന്ന വലവൂർ ഇന്നൊരു പട്ടണത്തിന് സമാനമായി വികസിച്ചിരിക്കുന്നു. അങ്ങനെ 5 വർഷങ്ങൾക്ക് മുൻപ് പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ എന്ന് പറഞ്ഞു പരിഹസിച്ചെങ്കിൽ ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പുതിയ കണ്ടുപിടുത്തവുമായിട്ടാണ് MLA-യുടെ വരവ്. പുതിയ ആരോപണം പാലായിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചാണ്. പാലായിലെ KM മാണി ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടാണത്. MLA ആയ കാപ്പൻ പറയുന്നത് ജനറൽ ആശുപത്രിയുടെ ഭിത്തികളെല്ലാം തുറന്ന് റേഡിയേഷൻ കിരണങ്ങൾ പാലായിലെ ജനങ്ങളെല്ലാം ക്യാൻസർ രോഗികളാക്കും എന്നാണ്. MLA പറയുന്നത് കേട്ടാൽ തോന്നും പരിശോധനകളൊന്നുമില്ലാതെ ഒരാൾ പറഞ്ഞാൽ ഓടിക്കൊണ്ടുവന്ന് വെക്കാവുന്ന ഉപകരണങ്ങളാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. പൊന്നു MLA, വിഡ്ഢിത്തം പുലമ്പുന്നതിനും ഒരു പരിധിയില്ലേ? MLA-ക്ക് ഇങ്ങനെയുള്ളതൊന്നും പാലായിൽ കൊണ്ടുവരാൻ കഴിവില്ലെങ്കിൽ കൊണ്ടുവരുന്നവരെ പരിഹസിക്കാതെയെങ്കിലും ഇരുന്നുകൂടെ? ഇനി MLA-ക്ക് അത്ര കഴിവുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ MLA ആയതിനു ശേഷം എന്തുകൊണ്ടാണ് ആ റിവർ വ്യൂ റോഡിന്റെ പണി ഒച്ചിഴയുന്നത് പോലെ ഇഴഞ്ഞിഴഞ്ഞിപ്പോൾ പണി പൂർണ്ണമായും നിലച്ചു കിടക്കുന്നത്? അതുപോലെ ആ കളരിയമ്മക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കാര്യം 5 വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞല്ലോ, ഞാൻ MLA ആയാൽ എത്രയും വേഗത്തിൽ സ്ഥലം ഏറ്റെടുത്ത് അപ്രോച്ച് റോഡിന്റെ പണി തീർക്കുമെന്ന്. പണി തീർക്കാൻ പോയിട്ട് ഒരു കല്ല് വെക്കാൻ സാധിക്കാത്ത കാപ്പനാണ് പറയുന്നത് ഞാൻ ഇനിയും ജയിച്ചാൽ പാലായിൽ വികസനം ഉണ്ടാക്കുമെന്ന്. KM മാണിയും ജോസ് കെ മാണിയും പാലായിൽ കൊണ്ടുവന്ന വികസനമല്ലാതെ താങ്കൾ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വികസനത്തിന്റെ കാര്യം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? താങ്കൾ 2ാം പ്രാവശ്യം MLA അതിനുശേഷം ഇപ്പോൾ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിലും താങ്കളുടേതായി ഒന്നും പാലാക്കാർക്ക് കൊണ്ടുവന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴും പാലാക്കാർക്ക് ലഭിച്ചത് MLA അല്ലാത്ത ജോസ് കെ മാണി കൊണ്ടുവന്നു കൊടുത്തത് മാത്രമാണ്. ഈ ബഡ്ജറ്റിൽ ജോസ് കെ മാണിയുടെ ഇടപെടലിന്റെ ഫലമായി വലവൂരിലെ ട്രിപ്പിൾ ITയോട് ചേർന്ന് ഇൻഫോസിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത് 7 കോടി രൂപയും അതുപോലെ തന്നെ പാലായിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി 6 കോടി രൂപയുമാണ്. ഇനി ഇതിനെതിരെയും എന്ത് ആക്ഷേപമായിരിക്കും കാപ്പൻ ഉന്നയിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പാലായിലെ സാധാരണക്കാരായ വോട്ടർമാർ. മുകളിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരമായിരിക്കും വോട്ടർമാർ ബാലറ്റിലൂടെ നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ചെപ്പടി വിദ്യകൾ കൊണ്ടും ഹീനമായ വ്യക്തിഹത്യ കൊണ്ടും എന്നും ഒരാളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല.